ഇവിടെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇങ്ങനെ ഭയങ്കര ട്രെൻഡ് സെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇവിടെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 9 തമിഴ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, ആരാണ് ഹോസ്റ്റ്, എന്തൊക്കെയാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആണിപ്പം അവിടെ ഒരു ചർച്ച വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് സീസൺ 7 മലയാളം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ബിഗ് ബോസ് സീസൺ 9 നടത്തും എന്നുള്ള കാര്യങ്ങൾ അവിടെ ഭയങ്കര ചർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രമുഖനായ അവിടുത്തെ ഒരു യൂട്യൂബർ മിസ്റ്റർ സ്നൂപ്പിക്കാണെങ്കിൽ ഇത് എങ്ങനെ നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം വെച്ച് അവർക്ക് പോലും അവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതിയിരുന്നൊരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 EVP ഫിലിം സിറ്റി ചെന്നൈയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നതും അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി നമ്മുടെ ഈ സീസൺ സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറൊക്കെ ആകുമ്പോൾ നമ്മുടെ സീസൺ തീരത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 9 തമിഴ് EVPയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ചർച്ചയായിരുന്ന സമയത്ത് ഇവിടെ കിട്ടിയ ഒരു അപ്ഡേറ്റ്, നമ്മൾ ചെന്നൈയിൽ സ്വന്തം സെറ്റ് വാങ്ങിച്ചാണ് നമ്മൾ ഈ ബേബി ഇങ്ങനെ നടത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് അവർക്കൊരു ആശ്വാസം കിട്ടിയത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സീസൺ ഒക്ടോബർ മാസം തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രശ്നമുണ്ട്, ബിഗ് ബോസ് തമിഴ് സീസൺ 9 പ്രശ്നമല്ല, ഒരു അപ്ഡേറ്റ് എന്ന പോലെ അറിയേണ്ട ഒരു കാര്യം ആരായിരിക്കും അവിടുത്തെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ എന്നാണ്. അതിനെപ്പറ്റിയാണ് അവിടെ ഒരു വൻ ചർച്ചയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് ആൾക്കാർ പറയുന്നത് കമൽഹാസൻ മതിയെന്ന്, കുറച്ച് ആൾക്കാർ പറയുന്നത് വിജയ് സേതുപതി മതിയെന്ന്, പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞ് മറ്റൊരു ഹോസ്റ്റിലേക്ക് ഇത് കൈ മാറരുത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. വിജയ് സേതുപതി വേണമെന്നാണ് ആൾമോസ്റ്റ് ആൾക്കാരും പറയുന്നത്. അതായത് കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് തമിഴ് സീസൺ 8 അത്രയേറെ പെർഫെക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു എന്നുള്ള കാര്യം വെച്ച് വിജയ് സേതുപതി മതി എന്നൊക്കെ കുറച്ച് ആൾക്കാർക്ക് തന്നെ പറഞ്ഞുകൊണ്ട്, അത് മാത്രമല്ല നമ്മുടെ കമൽഹാസൻ മതി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരും ഉണ്ട്. രണ്ട് ഒരു ചർച്ച വിഷയമായി പോയിക്കൊണ്ടിരിക്കണം. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഇനി എന്തായാലും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും വിജയ് സേതുപതി ആയിരിക്കുന്നതാണ് ഇപ്പോൾ എന്ന അപ്ഡേറ്റ്. വിജയ് സേതുപതിയെ 2 വർഷത്തേക്കാണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. 2 വർഷം വരെ BB ഹോസ്റ്റ് ചെയ്തോളാം എന്നുള്ള കാര്യം വെച്ച് ഇങ്ങനെ പറഞ്ഞേക്കാണ്. പിന്നെ നമ്മുടെ കമൽഹാസൻ എന്താണ് പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കമൽ സാർ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോ ഇത്രയും ഒരു ട്രെൻഡ് സെറ്റാക്കി മാറ്റിയ സീസൺ 1 തൊട്ട് സീസൺ 7 വരെ അദ്ദേഹം മികച്ച രീതിയിൽ കൊണ്ടുപോയി ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മികച്ച സീസണായി മാറി ബിഗ് ബോസ് തമിഴ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ 6-ാമത്തെയും 7-ാമത്തെയും ബിഗ് ബോസ് സീസണിൽ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റിംഗ് അത്ര ശരിയായിരുന്നില്ല എന്നും അതിദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ, ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു തെറ്റാണെന്നുള്ള അവിടുത്തെ ജനങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം വെച്ച് അദ്ദേഹത്തിന് ഈ ഒരു ബിഗ് ബോസ് മുഖാന്തരം വരുന്ന ഒരു എതിർപ്പ് അദ്ദേഹത്തിൻ്റെ സിനിമകളെയും ബാധിക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്തെന്നും പറയുന്നു, നിർത്തിയെന്നും പറഞ്ഞ ഒരു 2 സംഭവമാണ് പിടിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഹോസ്റ്റിംഗ് കമൽഹാസൻ നിർത്തിയെന്നും അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതിനൊപ്പം തന്നെയായിട്ടാണ് ഈ ഒരു വിജയ് സേതുപതിനെയാണ് ഈ 2 വർഷത്തേക്ക് ഇവിടെ ഹോസ്റ്റായിട്ട് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കമൽഹാസൻ ഇത്രയും ഹോസ്റ്റ് ഒരു സ്പേസ് നിൽക്കാൻ നേരത്ത് ഇത്രയും നെഗറ്റീവ് വരാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാരണം പ്രദീപ് ആൻ്റണി എന്ന ഒരാളുടെ അനാവശ്യമായ ഒരു പുറത്താക്കലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ഫേക്കായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജിയോട് ഉപയോഗിച്ച സമയത്ത് അവരുടെ കൂടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി പോയ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് ഇത്രയേറെ നെഗറ്റീവ് വരാൻ വേണ്ടി കാരണം. 7-ാം സീസൺ സമയത്ത് പോലും ഭയങ്കര ഹേറ്റിംഗ് ഉണ്ടായി. 6-ാം സീസണിലും അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊന്നും ശരിയല്ല എന്നും അതിനെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് തമിഴ് ഓഡിയൻസ് ഒരുപാട് പേര് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. ആ ഒരു കാര്യം വെച്ച് കമൽഹാസന് ആ ഒരു എതിർപ്പും ഒരു വിമർശനമൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളെയും ബാധിക്കുന്നു എന്നുള്ള കാര്യം വെച്ചാണ് അദ്ദേഹം വിട്ടിട്ട് പോകാൻ കേൾക്കുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് സീസൺ 8 കമൽഹാസൻ ഹോസ്റ്റ് ചെയ്തിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ തഗ് ലൈഫ് സിനിമ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകണം, അതിനൊരു ടൈം ലിമിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഈ BB തമിഴിൽ നിന്ന് മാറുന്നത്. പക്ഷേ തഗ് ലൈഫിന് എന്താണ് പറ്റുന്നുള്ള കാര്യം നമുക്കറിയില്ല. മിക്സഡ് റിവ്യൂ ആണ്, ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ മോശം സിനിമ എന്നൊക്കെ പറഞ്ഞവരെ കൊണ്ട് ഈ ഒരു ടൈം അതിനുവേണ്ടിയാണ് കമൽഹാസൻ ഉപയോഗിച്ചത്. പിന്നെ വിജയ് സേതുപതിയെ പറ്റി പറയാനാണെങ്കിലും കമൽഹാസനെ പറ്റി പറയുകയാണെങ്കിലും 2 പേർക്കും ഇനി ഒരുപാട് ഈവൻറ്റ്, ഷോസ്, മൂവീസ് ഒക്കെ 2 പേർക്കും കമ്മിറ്റ് ആയിരിക്കുകയാണ്. വിജയ് സേതുപതിക്കും കമൽഹാസനും. വിജയ് സേതുപതിക്ക് എഗ്രിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു മാറ്റം വരുമോ എന്നുള്ള കാര്യങ്ങളോട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എഗ്രിമെൻറ്റ് 2 വർഷമാണ് ഇപ്പം വിജയ് സേതുപതി ഇങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ
ഇനി എന്താണ് ബാക്കി അപ്ഡേറ്റ്? ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ മലയാളം 7 അവിടെ ഒരു സ്വന്തം സെറ്റ് വാങ്ങിച്ചപ്പോൾ EVP സെറ്റ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ അവരുടെ ബിഗ് ബോസ് അവർക്ക് അവിടെ ഈ സുഖമായിട്ട് അവിടെ നടത്താൻ വേണ്ടി പറ്റും. പിന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 അപ്ഡേറ്റുകൾ എപ്പോഴാണ് വരാൻ വേണ്ടി പോകുന്നത്, ഈ സീസൺ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസം അവസാനം തൊട്ട് ഇതിൻ്റെ ഒരു ലോഗോ ഔട്ട്, ഫസ്റ്റ് പ്രൊമോ, സെക്കൻഡ് പ്രൊമോ, കണ്ടസ്റ്റൻസിൻ്റെ പ്രിഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം തൊട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് തൊട്ട് ബിഗ് ബോസ് തമിഴ് സീസൺ 9 അപ്ഡേറ്റ് വരും. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 സ്റ്റാർട്ടപ്പ് ചെയ്യും. വിജയ സേതുപതി ആയിരിക്കും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന. ഇത് കമൽഹാസൻ അല്ലെങ്കിലോ വിജയ സേതുപതി അല്ലെങ്കിലോ ഒരു ഹോസ്റ്റിൻ്റെ കയ്യിലോട്ട് ഈ സീസൺ എന്തായാലും കൊടുക്കത്തില്ല. കാരണം TRP റേറ്റിംഗ്, പ്രേക്ഷകരുടെ ഇഷ്ടം ഇതെല്ലാം മാനിച്ചുകൊണ്ട് വിജയ സേതുപതിയെ തന്നെയായിരിക്കും ഇത്തവണ ഹോസ്റ്റായിട്ട് വരാൻ വേണ്ടി പോണത് എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ കിട്ടിയതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ 4 പേരുടെ ഒരു പേരിങ്ങനെ ഈ സീസണിൽ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കുക്ക് വിത്ത് കോമൾ എന്നാണ് ആൾമോസ്റ്റ് ആൾക്കാരെ എടുത്തിടാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു ഷബിന എന്നൊരു ആൾ അവരുടെ ഈ സീസണിലേക്ക് കാണുന്നുള്ളൊരു പേരിങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഉമർ എന്നൊരു പയ്യൻ, അതും കുക്ക് വിത്ത് കോമാളി ഉള്ള ഒരാളാണ്. പിന്നെ ഒരു ലക്ഷ്മി രാമകൃഷ്ണൻ, അങ്ങനെ ഒരു ഒരു പേരാണ് ലക്ഷ്മി രാമകൃഷ്ണൻ, അങ്ങനെ ഒരാളുടെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ദിവാകർ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു എല്ലാത്തിലും അഭിപ്രായങ്ങളൊക്കെ പറയുന്ന, എന്തിനെ വിമർശിക്കുന്ന ഒരാൾ, ദിവാകർ എന്നൊരാൾ. ഈ 4 പേരുടെ പേരാണ് ഇപ്പം ഇങ്ങനെ മുന്നോട്ടിങ്ങനെ കേൾക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇപ്പം ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് തമിഴ് സീസൺ 9 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് മലയാളം എന്തായാലും ഒരു പ്രശ്നമായി മാറത്തില്ല. നമുക്കിവിടെ സെറ്റുണ്ട്, നമ്മൾ ഫ്രീ ആണ്. ആ ഒരു കാര്യം വെച്ച് അവർക്ക് EVP ഫിലിംസിൽ തന്നെ അവർക്ക് ഈ ഷോ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ്. പിന്നെ ബാക്കി കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ, പിന്നെ പ്രഡിക്ഷൻസ്, ലോഗോയുടെ കാര്യങ്ങളെല്ലാം ഇനി ഓഗസ്റ്റ് മാസത്തിൻ്റെ ലാസ്റ്റ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് തൊട്ട് അങ്ങോട്ട് ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അവിടെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 50 ദിവസത്തോടൊക്കെ അടുപ്പിച്ചെത്താറാവുന്നൊരു ടൈമായിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ. ആ ഒരു ടൈമിലേക്കായിരിക്കും അവരുടെ ഷോ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ 50 ദിവസത്തിൽ കൂടുതൽ, ഒരു 60 ദിവസം എന്തായിരുന്നാലും വരും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്. അങ്ങനെയായിരിക്കും ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ബിഗ് ബോസ് തമിഴ് സീസൺ 9 നടത്താൻ വേണ്ടി നമ്മുടെ സെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മലയാളം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവും കാര്യമുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം സെറ്റ് വാങ്ങിച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓഗസ്റ്റ് 3 ബിഗ് ബോസ് മലയാളം സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സ്റ്റാർട്ടപ്പ് ചെയ്യും. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കോമണേഴ്സൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് കേൾക്കുന്നത്. കോമണേഴ്സിനെയൊക്കെ ഈ ബിഗ് ബോസ് തമിഴിലേക്കും കൂടെ അപ്രോച്ച് പോകുന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കിട്ടിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഭാഗത്തു നിന്ന് കിട്ടിയ അപ്ഡേറ്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ സെറ്റ് EVP ഫിലിം സെറ്റിയാണ്. വിജയ് സേതുപതിയായിരിക്കും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് അപ്ഡേറ്റ് ഒക്കെ എന്തായിരുന്നാലും ഓഗസ്റ്റ് മാസം ലാസ്റ്റ് തൊട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ കോമണേഴ്സ് ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷബിന, ഉമർ, ലക്ഷ്മി രാമകൃഷ്ണൻ, ദിവാകർ, ഇവർ 4 പേർക്കും വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ചെയ്യുന്ന ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം നമ്മുടെ ബിഗ് ബോസ് എന്തായിരുന്നാലും ഇവർക്ക് ബിഗ് ബോസിൻ്റെ ഒരു തടസ്സമായിട്ട് മാറത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. ഇനി ബിഗ് ബോസ് സീസൺ 9 എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ജെനുവിൻ റിവ്യൂ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ജെനുവിൻ റിവ്യൂ അറിയാൻ വേണ്ടി എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇനി എന്തെങ്കിലും BB9 അപ്ഡേറ്റ്, തമിഴ് അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ അറിയിച്ചിരിക്കുക. ആ ഒരു കാര്യം വെച്ച് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.